ഫ്രണ്ട്, അപ്പം ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഇത്തിരി സ്കൂൾ സർപ്രൈസ് മേടിച്ചു. അപ്പം സ്കൂളൊക്കെ തുറക്കാറായി ഇന്നലെ. അപ്പം എങ്ങടെങ്കിലൊക്കെ പോയോ? ഞങ്ങളുടെ വെക്കേഷന് കുറച്ച് പോയുള്ളൂ, ഓരോരോ കാരണങ്ങളായിട്ട്. അപ്പോൾ ഞങ്ങൾ വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല, ഞങ്ങൾ കൊച്ചു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള. നോട്ട്ബുക്സൊക്കെ മേടിച്ചു. കഴിഞ്ഞ വർഷത്തെ ബാഗ് പിന്നെ അനങ്ങാനുള്ള നല്ലതായിട്ട് ഇരിക്കണോണ്ട് ഞങ്ങൾ ബാഗൊന്നും മേടിച്ചില്ല. പിന്നെ ഇത്തിരി കേടാവാത്ത ഇത്തിരി പെൻസിലും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് നടത്തിയുള്ളൂ. പെൻസിൽ പിന്നെ ഒരെണ്ണം മാത്രമേ മേടിച്ചിട്ടുള്ളൂ, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് കാണാം. ആദ്യം ടെക്സ്റ്റ് ബുക്കുകൾ ഇരിക്കാം. ഇതിൻ്റെ പാർക്കില്ല. ഓക്കെ. അപ്പം പുസ്തകങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് നേരത്തെ കിട്ടിയപ്പോൾ ഞങ്ങളുടെ ബാഗിൽ നിന്ന് ബ്രൗൺ പേപ്പറും നെയിംസ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചു. ഇനി പേരെഴുതിയാൽ മാത്രം മതി. കുറേ പുസ്തകങ്ങളുണ്ട് എനിക്ക് പഠിക്കാൻ. ഞാൻ അവിടെ നെയിം സ്ലിപ്സൊക്കെ നോക്കിയപ്പോൾ സാൻഡ്രിയായിട്ടേൻ്റെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ യൂണിക്കോണിൻ്റെ പേരെടുത്തു. യൂണിക്കോണിൻ്റെ ഇതിന് നല്ല ഇത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ യൂണിക്കോണിൻ്റെ മാത്രമേ എടുത്തുള്ളൂ. നോട്ട്സിലൊക്കെ അധികം ഒട്ടിക്കണം, അതുകൊണ്ട് കുറേ സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. കണ്ട, ഇപ്പം കുറേ സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളായ പതിയോടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് എൻ്റെ ബോക്സ് ആണ്. ഇവിടെ യൂണിക്കോൺ പൗച്ചാണ് ഞാൻ മേടിച്ചത്. 2 കള്ളിയുള്ളതാണ്. ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കള്ളി. ഈ ആദ്യത്തെ കള്ളിയിൽ കുറേ സാധനം വെക്കാൻ പറ്റുന്നതാണ്, രണ്ടാമത്തേൽ ഇത്തിരി വെക്കാൻ പറ്റുള്ളൂ. അതാണ് ഇത് ഇത്രയുള്ളൂ. അപ്പോഴേ അമ്മ പറഞ്ഞു സിബിൾ വെക്കേണ്ട, പെട്ടെന്ന് കേടാവുന്നത്. പക്ഷെ എനിക്ക് യൂണിക്കോണിൻ്റെ ഇഷ്ടമാണ്, ഞാൻ അത് മേടിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കീ ചെയിനും ഇട്ടിട്ടുണ്ട്, പറക്കണ യൂണിക്കോൺ. ഈ യൂണിക്കോണിൻ്റെ പോലെ തന്നെ സെയിം, പക്ഷെ ചിലത് പിടിച്ചിട്ടില്ല എന്ന് മാത്രം ഉണ്ടാവും. കൊമ്പ് മാത്രം വെള്ള കളർ. അപ്പം അവിടെ സാൻഡ്രിയ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള യൂണിക്കോണിനേക്കാൾ ഏറ്റവും ഇഷ്ടമുള്ള സാൻഡ് കളിച്ചിട്ടുണ്ട്. ബോക്സും പെൻസിലൊക്കെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരു റബ്ബറുകൾ കാണുന്നത്. കണ്ട, ഈ 3 പെൻ റബ്ബേഴ്സ് പോലത്തെയാണ്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കുറോമിയുടെ ശിവനിക്കും മൈ മെലോഡിയുടെ ഗൗരിക്കും, സിനമറോൾ എനിക്ക്. ഞാൻ റെയിൻബോയുടെ റബ്ബർ മേടിച്ചിട്ടുണ്ട്, തുറന്ന് അയക്കാം. ഇത് പറയുന്നത് മാച്ച് കുറേ നാളാവുമ്പോൾ ഇത് ഭയങ്കര സ്ക്വിഷി ആവും. ഇപ്പം നല്ല കട്ട പോലെയാണ്. ഇത് കണ്ട സ്ക്വിഷി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി നേരം കഴിയുമ്പോൾ ഇത് ഒട്ടിയിട്ട് ഇങ്ങനെ സ്ക്വിഷി ആയതുകൊണ്ടിരിക്കും, നല്ലോണം സ്ക്വിഷി ആവും മാച്ച് ആവുമ്പോൾ. അടുത്തത് എൻ്റെ മിനി മൗസിൻ്റെ ഒരു പെൻസിലും പിന്നെ അതിൻ്റെ കൂടെ ഒരു പെൻസിൽ ടോപ്പറും കിട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനത്തെ പെൻസില് കുറേ നാൾ കഴിഞ്ഞ് ഇതിൻ്റെ മഴ പൊട്ടുന്നതാണ്. പക്ഷെ നല്ലൊരു പിങ്ക് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചേക്കണം. അപ്പം നല്ലൊരു മണമായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഒരു കിറ്റിയുടെ റബ്ബറായിട്ടുള്ള പെൻസിൽ ടോപ്പർ, പിന്നെ ഒരു ഡയമണ്ടിൻ്റെ സെലക്ഷനിൽ പോയപ്പോൾ പ്രൈസ് കിട്ടിയതിൻ്റെയാണ് പെൻസിൽ ടോപ്പർ. പിന്നെ ഒരു എക്സാം ഷാർപ്പ് പച്ച കളർ. പിന്നെ
പെയിൻറ്റിങ് സെറ്റ്. ഇതിൽ ഒരു ഫ്രീ ആയിട്ടൊരു പെയിൻറ്റിങ് ബ്രഷും കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു കളർ ക്രയോൺസ്, ഇത് ഓയിൽ പേസ്റ്റൽസ് ആണ് ക്യാമറയുടെ. ഞാൻ യൂസ് തുടങ്ങി. ഇതുപോലെ കുറേ പെൻസിൽസ് ഉണ്ട്, ഓരോരുത്തരുടെ ബർത്ത്ഡേക്കും പിന്നെ ഓരോരോ ആഘോഷത്തിന് കിട്ടിയത്. അങ്ങനെ കുറേ എണ്ണമുണ്ട്. അത് 4ാം ക്ലാസ്സിൽ എനിക്ക് അമ്മ തരും. അപ്പം ഇത്തരം പെൻസിൽസാണ് ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. 2 പെൻസിൽസ് മാത്രമല്ല ഇത് അപ്സരയുടെ. പിന്നെ ഇതൊരു മത്സരത്തിന് കിട്ടിയൊരു പെൻസിലാണ്. ഇതൊക്കെ എൻ്റെ അടുത്തുള്ളത്. ഈ 2 മാത്രമേ പുതിയത്. അപ്പം ഇത്രയും നോട്ട്ബുക്സ് വാങ്ങിയിട്ടുണ്ട്. 4 ലൈനും 2 ലൈനും 1 ലൈനും. ഈ വലിയ ബുക്ക് ആണ് എനിക്ക് അമ്മ റഫ് ബുക്കായിട്ട് തന്നിരിക്കുന്നത്. ഇത്രയും ബുക്സ് എൻ്റെ നോട്ട് ബുക്സുകളാണ്. പിന്നെ ഈ 2 എൻ്റെ ഡ്രോയിങ് ബുക്കുകൾ. പിന്നെ ഈ എല്ലാ ബുക്സും എനിക്ക് ഈ ഒരു ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരും. അപ്പോൾ ഇത്രയാണ്. പിന്നെ ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വന്നിട്ട് പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിക്കും. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാം ബ്ലാക്കാണ് ആവശ്യം. അപ്പോൾ എല്ലാതും ബ്ലാക്കാണ് ചെയ്യുന്നത്. ചപ്പല്, ഷൂവ്, സ്ലൈഡ്, പൊട്ട്, പിന്നെ മാല, ഹെയർ ബാൻഡ് ഒക്കെ ബ്ലാക്കാണ് പഠിച്ചത്. മാലയില്ല കേട്ടോ. ബാഗും ബ്ലാക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കൂൾ സപ്ലൈസ്. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോകാൻ സാധനങ്ങളൊക്കെ മേടിച്ചാ ഇനി സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ ആ വിശേഷങ്ങളും റീൽസും വീഡിയോസും ഒക്കെ പറയാം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ കൂട്ടുകാർക്കൊക്കെ അയയ്ക്കുക. ബൈ ബൈ ഫ്രം ഹെലനാസ് വേൾഡ്.